പണ്ടൊക്കെ പാപബോധത്തെ കുറിച്ച് ആ മെസ്സേജുകൾ, പാപബോധം പ്രസംഗിക്കും, ജനത്തിന്റെ അകത്ത് പാപത്തെ കുറിച്ച് ചിന്ത വരും, രക്ഷപ്പെടാൻ വല്ല മാർഗം ഉണ്ടോ എന്ന് ജനം ചിന്തിക്കുമ്പോൾ പ്രസംഗകൻ പറയും, നീ പേടിക്കണ്ട, നിന്റെ പാവം എത്ര കടിച്ചുമപ്പാണെങ്കിലും അത് രക്താമരം പോലെ വെളുപ്പിക്കുന്ന യേശു ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവനെ നീ വിശ്വസിക്കാൻ കരഞ്ഞ് കൂവിയാ കൈവെക്കുന്നേ. ഇന്ന് ആ പരിപാടിയില്ല, ടിക്കിട്ടാ മതി. ഉണ്ടോ നിങ്ങൾ എന്റെ കൂടെ? സ്തോത്രം. രസകരമായ കാര്യം, ടിക്കിടാൻ പേനയില്ലെങ്കിൽ ഞങ്ങൾ കൊടുക്കും. ഇനി അഥവാ ടിക്കിടാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് പറയും, ഞങ്ങൾ എന്ത് ചെയ്യും? ടിക്കിടും. ഇത്രയും സൗകര്യങ്ങൾ കൊടുത്തിട്ടും കൺവെൻഷനിൽ ടിക്കിടാൻ പോലും ഒരാളില്ല. തിരിച്ചറിയുന്നവർക്കായി കർത്താവിനെ ഇന്ന് രാത്രി സ്തുതിക്കുന്നു. എന്റെ കൂടെ നിങ്ങൾ ഉണ്ടെന്നാ ചിന്തിക്കുന്നത്? ടിക്കിടാൻ പോലും ആരുമില്ല. പക്ഷേ ഇവരങ്ങനെ ടിക്കിറ്റ് വന്നവരല്ല. പിന്നെ നിന്ദകൾ, പിന്നെന്തുവാ? പീഡനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇങ്ങോട്ട് നോക്കിയാ, അടി എന്ന്. അടി ഇവിടെ ഇപ്പൊ നമുക്ക് എന്താ കോണ്ടാക്കുന്നത്? പീഡനങ്ങൾ. നമുക്കിവിടെ അടിയില്ലല്ലോ. നമ്മളെ പരസ്യയോഗം നടത്തുന്നിടത്ത് വന്ന് ഒരുത്തൻ ഭീഷണിപ്പെടുത്തിയാൽ അടുത്ത ഗുഡ് ന്യൂസിലെ മെയിൻ പേജിലെ വാർത്തയാ, കൊളനടയിൽ പരസ്യയോഗം നടത്തിയപ്പോൾ ഇന്നയാള് വന്ന് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി. മറ്റത് അടിയാ. ഇവിടെ ഭീഷണിക്ക് നമ്മൾ വലിയ കാൽവരയാ, മറ്റത് അടി. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ എന്റെ കൂടെ? നിന്നകൾ മടങ്ങി വന്നേ പറ്റൂ, വേറെ ഓപ്ഷൻ ഒന്നുമില്ല. മടങ്ങി വന്നേ പറ്റൂ, വേറെ ഓപ്ഷൻ ഇല്ല. സ്വോത്ര സുഖിപ്പിക്കാനുള്ള മെസ്സേജ് എന്ന് പറയുന്ന കാലഘട്ടം കഴിഞ്ഞു. ചെയ്യാം. സ്വർഗത്തിൽ പോകാനാണ് ഇതിനകത്ത് വന്നതെങ്കിൽ, സ്വർഗരാജ്യമാണ് പ്രതീക്ഷയെങ്കിൽ മടങ്ങി വന്നേ പറ്റത്തുള്ളൂ. തിരിച്ചറിയുന്നവർക്ക് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുകയാണ്. വേറെ മാർഗം എന്നാ ഉള്ളത്? നിന്ദകൾ ഉണ്ടായിരുന്നു, പിന്നെ പീഡനങ്ങൾ. സ്തോത്രം. പീഡനങ്ങൾ കൂത്തുകാഴ്ചയായി ഭവിച്ചു. പരിഹാസം. എങ്ങനെ? പബ്ലിക്കലി പരിഹസിച്ച് കൂത്തുകാഴ്ചയായി ഭവിച്ചു. ഇനി കേൾക്കണോ? ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായിരുന്നു. മീൻസ് അന്നത്തെ പെന്തിക്കോസ് രംഗത്ത് അനുഭവമുള്ളവരെ ഉണ്ടായിരുന്നുള്ളൂ. അനുകരണ പെന്തിക്കോസ്. എന്റെ മോനെ ഏമല്ല ചർച്ചിൽ ഡ്രംസിന്റെ വായിക്കുന്നത്. സത്യത്തിൽ അവൻ പെന്തിക്കോസാരനല്ല കേട്ടോ. പേഴ്സണലി അവനൊരു ഡിവൈൻ ടച്ച് ഉണ്ടായിട്ടില്ല. വ്യക്തിപരമായി മാനസാന്തരത്തിലേക്ക് അവൻ വന്നിട്ടില്ലെന്ന് ഞാൻ തിരിച്ചറിയുന്നേ. പക്ഷെ അവൻ എന്നെ ഭയങ്കര ഹെൽപ്പാ. എനിക്ക് സൗണ്ട് സിസ്റ്റം അവനാ വർക്ക് ചെയ്യുന്നേ, ഡ്രംസെറ്റ് അവനാ അടിക്കുന്നേ. സ്തോത്ര. വെള്ളം കൊണ്ടുവെക്കുന്ന അവന്. സാക്ഷി പറയുന്നവർക്ക് മൈക്കൂടും, പക്ഷെ ശരിക്കും പുള്ളി ബന്ധക്കോസാരനല്ല. സ്തോത്ര. കുറ്റപ്പെടുത്തുകയല്ല, എന്റെ മോനല്ലേ. അവൻ എന്റെ മോനായതുകൊണ്ടും ഞാൻ പാസ്റ്റർ ആയതുകൊണ്ടും അവനവിടെ നിൽക്കുന്നേ. ഞാൻ പാസ്റ്റർ അല്ലെങ്കിൽ ഞാൻ എവിടാണോ അങ്ങോട്ട് പോയനെ. അനുകരണ പെന്തിക്കോസ്റ്റ് അല്ല, ഇത് അനുഭവ പെന്തിക്കോസ്റ്റാ. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്.